ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരാണ് നമ്മളല്ലേ. വലിയ ഭാണ്ഡക്കെട്ടുകളുമായിട്ടാണ്, പ്രതീക്ഷകളുടെ ഭാണ്ഡക്കെട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കല് ഒരു മനുഷ്യൻ കടത്ത് വഞ്ചിയുടെ അടുക്കൽ നിന്നു. കടത്ത് അവസാനിച്ചു. ആ കടത്ത് വള്ളക്കാരൻ പറഞ്ഞു, കടത്ത് തീർന്നു, പുഴയ്ക്ക് ഭയങ്കര കാറ്റടിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഇനിയില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്, എന്നെ ഒന്ന് അക്കരെ എത്തിച്ചേ മതിയാവും. വീണ്ടും കടത്തുകാരൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, നല്ല മഴ വരുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, ഇരുട്ടാണ്, ഇല്ല പറ്റില്ല. ഇയാൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റൂ, എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് വീട്ടിലെത്തിച്ചേ മതിയാകൂ. ഇയാളുടെ നിർബന്ധവും ഇയാളുടെ ആഗ്രഹവും ആവശ്യവും കണ്ടിട്ട് കടത്തുകാരൻ തയ്യാറാകുകയാണ്. കാറ്റത്തി വഞ്ചി ആടി ഇങ്ങനെ ഉലയുകയാണ്. കാറ്റത്തിങ്ങനെ വഞ്ചി ഇങ്ങനെ പടകിങ്ങനെ ആടി ഉലയുമ്പോൾ ഈ തുഴക്കാരൻ ഇയാളോട് ചോദിച്ചു, നീന്തലറിയാമോ? അയാൾ പറഞ്ഞു, ഇല്ല. അല്പമെങ്കിലും? അയാൾ പറഞ്ഞു, ഇല്ല. ഒട്ടും അറിയില്ലേ? ഇല്ല. അയാൾക്ക് വളരെ സങ്കടം തോന്നി. കാരണം കടത്തുകാരന് അത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ടാണ് ചോദിച്ചത്. ശക്തിയായ കാറ്റും മഴയും വന്നു, വഞ്ചി മുങ്ങിപ്പോയി. ഈ കടത്തുകാരൻ എന്തു ചെയ്യാനാണ്? അയാൾ നീന്തിയിരുട്ടത്ത് അവിടെയെല്ലാം നോക്കുന്നുണ്ട്. തൻ്റെ വഞ്ചിയിൽ പ്രതീക്ഷയോടെ ഇരുന്നവനെ കാണാൻ സാധിച്ചില്ല. നിരാശയോടെ ഈ കടത്തുകാരൻ, ഈ വള്ളക്കാരൻ കരയിൽ ചെന്ന് നിന്നപ്പോൾ കാണുന്ന കാഴ്ച, കരയിൽ ചെന്ന് വിറച്ച് തൻ്റെ കയ്യിലിരിക്കുന്ന പൊതി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിൽക്കുന്ന തൻ്റെ വഞ്ചിയിൽ ഇരുന്നവനെയാ. ഈ കടത്തുകാരന് വല്ലാതെ ദേഷ്യം തോന്നി. നീയാൾ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ എങ്ങനെയൊക്കെയോ നീന്തി ഇവിടെ കയറി. കടത്തുകാരൻ ചോദിച്ചു, ഞാൻ തന്നോട് ചോദിച്ചതല്ലേ തനിക്ക് നീന്തൽ അറിയാമോ എന്ന്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കിപ്പോഴും നീന്തൽ അറിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പൊ ഇയാൾ തിരിച്ചു ചോദിച്ചു, താനെന്താ താമസിച്ചത്? ഞാൻ നിന്നെ ആ പുഴയിലെല്ലാം തിരക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. അപ്പൊ ഇയാൾ വീണ്ടും ആകാംക്ഷയോടെ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അത് പറഞ്ഞു, ചേട്ടാ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൊതി ഇന്നെൻ്റെ വീട്ടിലെത്തിയെങ്കിൽ മാത്രമേ നാളെ രാവിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീട്ടിലെത്തിയേ മതിയാവൂ. ഞാൻ എൻ്റെ മുഴുവൻ അഭ്യാസവും കാട്ടി ചേട്ടനേക്കാൾ മുൻപ് കരയിലെത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നമ്മളുടെ ജീവിതവും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും നടുവിൽ അതിനെ എങ്ങനെ നീന്തി കയറണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെ എങ്ങനെയൊന്നും തരണം ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന പല ഉത്തരവാദിത്തങ്ങളെ ഓർക്കുമ്പോൾ, നമ്മൾ പറയാറില്ലേ, കഴിഞ്ഞ കാലത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, എങ്ങനെയൊക്കെയോ നീന്തി ഞാൻ അപ്പുറത്ത്, ദൈവം എനിക്ക് അന്നേരം ഒരു ബലം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് മനസ്സിലാകുന്നത് ഈ ഉണങ്ങിയ അസ്ഥികളുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം ഈ രണ്ടാം പ്രവാസകാലമാണ്, ബാബിലോണിയ പ്രവാസകാലം. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാന ഇവന്റുകളാണ്. ഒന്ന് കനാനിനെ ലക്ഷ്യമാക്കിയ യാത്ര, രണ്ട് ബാബിലോണിയ പ്രവാസകാലം. ഈ പ്രവാസകാലത്ത് ജനമാകെ ദുഃഖിച്ചിരിക്കുക. ഈ ദേശത്ത് കൊള്ളാവുന്നവരെയെല്ലാം നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയി. പേർഷ്യൻ ഉപദ്രവങ്ങളിലൊക്കെയായി ആ നാട്ടിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും യുവാക്കന്മാരെയും യുവതികളെയും എല്ലാം പിടിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയിട്ട് രാജാവ് അന്യദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ആ ജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി, അവരെ ചേർത്ത് പിടിക്കുവാനും ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ യെഹെസ്കേൽ പ്രവാചകനെ യഹോവയാം ദൈവം അങ്ങോട്ട് അയക്കുന്ന സമയത്ത് ഈ അസ്ഥികളെ, ഉണങ്ങിയ അസ്ഥികളെ തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. ഈ അസ്ഥികളെ കാണിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് യഹോവ യെഹെസ്കേലിനോട് പറയാണ്, ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിന്റെ വചനം കേൾപ്പീനെന്ന്. ദൈവത്തിന്റെ വചനം ആ അസ്ഥിയിന്മേലേക്ക് വീണപ്പോൾ 5, 6, 7 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നമ്മൾ ജീവിക്കേണ്ടതിന് നമ്മളുടെ ഉള്ളിൽ ശ്വാസം വരുത്തി, ഞരമ്പ് പിടിപ്പിച്ച്, തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നമ്മൾ ജീവിക്കേണ്ടതിന് ഉയർത്തി നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും മാറ്റമുണ്ടാകില്ല എന്ന് പറയുന്ന പല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വചനം ശക്തിയായി കയറിക്കഴിഞ്ഞാൽ, അന്ധന് കാഴ്ച കൊടുത്ത വചനം, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച വചനം, മുടന്തനെ നടത്തിയ വചനം,
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ പ്രാവർത്തികമാകാത്തതെന്ന് നമ്മൾ ചോദിക്കാറില്ലേ? പലപ്പോഴും നമ്മുടെ പ്രശ്നം ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം പോലെയാണ് നമ്മൾക്ക് ക്രിസ്തുവിനെ ഇഷ്ടം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം. അനുദിനം നടത്തുന്ന ദൈവത്തെക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തെ കാണാനാണ് നമുക്കിഷ്ടം. ആ രക്തസ്രാവക്കാരി സ്ത്രീയെ തിക്കിലും തിരക്കിലും ചെന്ന് ക്രിസ്തു അവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. ക്രിസ്തുവിനെ ദൂരെ നിന്ന് തൊടാൻ സാധിക്കാത്തത് കൊണ്ട് അവന്റെ വസ്ത്രത്തിൽ പോലും തൊട്ടാൽ ശക്തിയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷെ പിന്നീട് വേദപുസ്തകത്തിൽ എങ്ങും ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസവും ഇതുപോലെയാ. പെരുന്നാളിൽ നമ്മൾ വലിയ വിശ്വാസികളാണ്, നോയമ്പിൽ നമ്മൾ അതിനേക്കാൾ വലിയ വിശ്വാസികളാണ്. കാര്യത്തോടടുക്കുമ്പോൾ, കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ വിശ്വാസം ഏറെക്കുറെയൊക്കെ ഒന്ന് തണുത്ത മട്ടാണ്. എന്നാലും ജീവിതത്തിന്റെ ചില പ്രതിസന്ധിയിൽ ദൈവം അല്ലാതെ നമുക്ക് ആരുമില്ല എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറില്ലേ? കാരണം എന്താ? ദൂരെ നിന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കിയിട്ട് പറയും, അവർക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാ അല്ലേ, അവരൊക്കെ ഭാഗ്യവാന്മാരാണ്, ജോലിക്ക് ജോലി, നല്ല മക്കള്, സമാധാനം. അപ്പൊ അവരും നമ്മളെക്കുറിച്ച് ഇതായിരിക്കും പറയുന്നത്, അവർക്കൊക്കെ ഒന്നും അറിയേണ്ട ആവശ്യം. എന്നാൽ ദൂരെ നിന്ന് നോക്കിയാൽ മരങ്ങളെല്ലാം കൂട്ടത്തോടെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ അടുത്തേക്ക് ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഈ മരങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഒരു കാട്ടിൽ നിൽക്കുന്നത്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? അല്ലേ? മറ്റുള്ളവരെ നോക്കി പലപ്പോഴും നമ്മൾ നിശ്വാസപ്പെടും, കർത്താവേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരു തലയിലെഴുത്ത്. അങ്ങനെ ആശ്വസിച്ചും അങ്ങനെ കരഞ്ഞും കടന്നു പോകേണ്ടവരല്ല നമ്മളിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ പൂർണ്ണ സന്തോഷം നമുക്ക് ലഭിക്കാൻ സാധിക്കാത്തത്? ഇപ്പൊ നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുകയാണ്. നമ്മളെല്ലാം എങ്ങനത്തെ നോമ്പാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടേതായ ഒരു നോമ്പുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് നോമ്പെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം നമ്മുടേതായ രീതിയിൽ ഒരു നോമ്പാണ്. ശരിക്കും എന്താണ് നോമ്പ്? നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ്. എന്നിട്ട് ഈ തോൽക്കാത്ത ആയുധം സാത്താന് നേരെ പ്രയോഗിക്കുവാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സാധിക്കാറുണ്ടോ? ഈ നോമ്പിൽ വന്നേ പിന്നെ ഈ ആഹാരത്തിലല്ലാതെ സംസാരത്തിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടിന് തിരിച്ചു പറയുന്നതും ഒന്ന് പറഞ്ഞ് രണ്ടിന് ചാടുന്നതുമായ പ്രകൃതമാണെങ്കിൽ, നോമ്പുകാരാ, നിന്റെ നോമ്പിനെ, നിന്റെ നാവിനെ നോമ്പോട് ചേർത്ത് വെക്കുന്നില്ല എങ്കിൽ നീ പണിയുകയും പൊളിച്ചു കളയുകയും ചെയ്യുന്നവന് സമനാണ്. പ്രാർത്ഥനയിൽ നോമ്പിൽ ഒരുപടി മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചോദിക്കും, പ്രാർത്ഥിച്ചാൽ പോരെ, നോമ്പ് നോക്കേണ്ട ആവശ്യം ഉണ്ടോ? എന്നാൽ നോമ്പിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നാണ് അടുക്കുന്നതെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന രണ്ട് ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഓഫറുകളുടെ കാലമാണ് അല്ലേ? എവിടെയും ഓഫർ നോക്കിയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. നോമ്പും അതുപോലെ ഒരു വിശ്വാസിക്ക് നിത്യജീവനിലേക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ഒന്ന് ചെത്തിവെടിപ്പാക്കി തന്നെ നിർമ്മലീകരിക്കാനുള്ള ഒരു ഗ്രേറ്റ് ഓഫറിന്റെ സമയമാണ് ഓരോ നോമ്പുകാലവും. നമ്മെ തന്നെ വെടിപ്പാക്കാൻ, നാവിനെ വെടിപ്പാക്കാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ചില കൊമ്പിലിരുന്ന് ക്രിസ്തുവിനെ കാണുകയുള്ളൂ. താഴെ വന്ന് ക്രിസ്തുവിനോടൊപ്പം നടക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഇവിടെയെല്ലാം ഈ ഉണങ്ങിയ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ വചനം വന്നപ്പോൾ ഞരമ്പും ത്വക്കും ശ്വാസവും വെച്ച് അത് ചലിക്കുന്ന ദേഹിയായി. 37-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് തരുമെന്ന്. ഇതിനെ സ്വീകരിക്കുവാൻ വചനത്തിൽ കൂടെ നമുക്ക് സാധിക്കണമെങ്കിൽ ചില വീണ്ടെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിലും ആവശ്യമല്ലേ പ്രിയമുള്ളവരെ? ചില വീണ്ടെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിലും ആവശ്യമല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകാത്തത്? എന്താ വീണ്ടെടുപ്പ് ഉണ്ടാകാത്തത്? പണ്ടൊക്കെ സ്ഥിരമായ കാഴ്ചയാണ്, ജനുവരി 1 ആവുന്നതിന് മുൻപേ, നോമ്പ് തുടങ്ങുന്നതിന് മുൻപേ തലേ ദിവസം ഭയങ്കര ഒരുക്കവാ. നാളെ തൊട്ട് ഇനി ഒരു പുതിയ ഞാനാണ് അല്ലേ? നാളെ തൊട്ട് ഞാൻ ആരാണ്? ഞാനല്ല, ഒരു പുതിയ ഞാനാണ്. ഒരാഴ്ചയൊക്കെ കടിച്ചു പിടിച്ചൊക്കെ നമ്മൾ നിൽക്കും, വീണ്ടും പഴയതുപോലെയാകും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പണ്ട് നമുക്ക് കാരണം അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ നമ്മൾ കാരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ലേ മാറിയുള്ളൂ,
എൻ്റെ ഭർത്താവ് മാറിയോ? എൻ്റെ ഭാര്യ മാറിയോ? എൻ്റെ മക്കൾ മാറിയോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീരുന്നതെന്ന്. ഒരിക്കല് ഒരു മനുഷ്യൻ ഇങ്ങനെ വലിയ ചുമടുമായി നടന്നു പോകുക. ഇത് കണ്ട ഒരു കാളവണ്ടിക്കാരൻ അതുവഴി പോകുമ്പോൾ ഒരു വൃദ്ധൻ ഇത്രയും വലിയ ചുമടും കൊണ്ട് പോകുന്നത് കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇയാൾ ആ കാളവണ്ടി അവിടെ നിർത്തി. കാളവണ്ടി നിർത്തിയിട്ട് ആ വൃദ്ധനോട് പറഞ്ഞു, ഇവിടെ കയറിക്കോളൂ, ഞാൻ അടുത്തുള്ള ചന്തസ്ഥലത്ത് ഇയാളെ ഇറക്കാമെന്ന്. ഈ വൃദ്ധൻ അതിലേക്ക് കയറി എന്ന് ഉറപ്പ് വരുത്തി ഈ കാളവണ്ടിക്കാരൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുകയാണ്. ഈ കാളവണ്ടിക്കാരൻ നോക്കുമ്പോൾ ഇയാളൊന്നും മിണ്ടുന്നില്ല. ഇയാൾ അവിടെ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഈ കാളവണ്ടിക്കാരൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ 2 കൈയും തലയില് വലിയ ചുമ്മാട് തലയിൽ ചുമ്മിക്കൊണ്ട് കാളവണ്ടിയിൽ ഇരിക്കുകയാണ് ആ വൃദ്ധൻ ഇപ്പോഴും. ആ 2 കൈയിലും വലിയ ചുമടും തൻ്റെ തലയിൽ താങ്ങി കാളവണ്ടിയിൽ ഇരിക്കുകയാണ്. നമ്മളുമായിട്ട് ഈ മനുഷ്യന് നല്ല സാമ്യമില്ലേ? എന്തെല്ലാം കേട്ടാലും, എന്തെല്ലാം പറഞ്ഞാലും, എങ്ങനെയെല്ലാം ചെയ്താലും ചിലതൊന്നും താത്തുവെക്കില്ല. ചില ശീലങ്ങളെ താത്തുവെക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ, അത് സാധിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കയറണം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം ഒരു വചനത്തിലുള്ള വിശ്വാസം നമ്മളിലുണ്ടോ? ഈ വചനം കേൾക്കുന്ന അല്ലാതെ ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സാധിക്കാറുണ്ടോ? വീണ്ടെടുപ്പുകളിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് ചില നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പാണ്. ഒന്നാമത് വേണ്ടത് നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. ഈ നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് നിഷ്ക്രിയത്വം? നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു മാറ്റമില്ലാതെ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്ന, നിഷ്ക്രിയരായിട്ടിരിക്കുന്ന ഒരു വീണ്ടെടുപ്പ്. എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ നിഷ്ക്രിയത്വം ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന ട്രാക്കിൽ കൂടെ കാര്യങ്ങൾ പോകാതെ വരുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആയിരുന്നില്ല ആഗ്രഹിച്ചത്, ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ ആയിരുന്നില്ല ആഗ്രഹിച്ചത്, ഞാൻ എൻ്റെ മരുമക്കളെ കുറിച്ച് ഇങ്ങനെ ആയിരുന്നില്ല. ഇത് മാറിക്കഴിയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് പോലെ നമ്മളും പറയും, കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ മടുത്തു, ഞങ്ങൾ മുടിഞ്ഞുപോയി, പിന്നെ ആരെയും അറിയിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ ഉള്ളൂ. ഈ ജീവിതം വിചാരിക്കുന്ന ട്രാക്കിൽ, ബന്ധങ്ങൾ വിചാരിക്കുന്ന ട്രാക്കിൽ സ്നേഹവും വിശ്വസ്തതയും ശുശ്രൂഷയും ഒക്കെ ഉണങ്ങി അസ്ഥി പോലെ ജീവിതത്തിന്റെ ചില നിഷ്ക്രിയമാക്കി നമ്മളെ കളയുന്നുണ്ടോ? ഈ ട്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഭാരതത്തിന്റെ തന്നെ അഭിമാനമായിരുന്നു ഷൈനി വിൽസൺ, അല്ലേ? ഷൈനി വിൽസൺ ഭാരതത്തിന്റെ തന്നെ അഭിമാനമായിരുന്നു. അങ്ങനെ വലിയ 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 മത്സരങ്ങളിലൊക്കെ ഓടി, ഒളിമ്പിക്സ് ഇല്ലേ, ഏഷ്യാഡ് അങ്ങനത്തെ റൈസുകളിലൊക്കെ ഓടി. ഒരു പ്രാവശ്യം ഭാരതം, കേരളമെല്ലാം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി ഓടിയെത്തിയ കേരളത്തിന്റെ അഭിമാന താരത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. 800 മീറ്റർ റേസ്, അത്ലറ്റിക് റേസാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം വിസിലടിച്ചു ഓട്ടം തുടങ്ങി ആദ്യം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത് നമ്മുടെ അഭിമാനമായിരിക്കുന്ന ആ ഷൈനി വിൽസൺ ആയിരുന്നു. എന്നാൽ 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന ആള് കൈ തിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, ഫൗൾ, യു ആർ ഔട്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ ഓട്ടത്തിനൊരു നിയമമുണ്ട്, ഒരു ട്രാക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര വേഗത്തിൽ ഓടുമ്പോഴും ട്രാക്ക് മാറാതെ ഓടിയെങ്കിൽ മാത്രമേ 1-ാം സ്ഥാനത്തെത്തുകയുള്ളൂ. ഓടി ആദ്യം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രാക്ക് തെറ്റാതെ ഓടിയോ ഇല്ലയോ എന്നുള്ളത് ഓട്ട മത്സരത്തിൽ പരമപ്രധാനമായ കാര്യമാണ്. 2 തിമോത്തിയോസിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല എന്ന്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. ഒരുവൻ അപ്പനാണെന്ന് മല്ലുകെട്ടിയാലും, ഒരുവൻ അമ്മയാണെന്ന് മല്ലുകെട്ടിയാലും, മക്കളാണെന്ന് മല്ലുകെട്ടിയാലും വേഷം കെട്ടിയത് കൊണ്ട് ആരും കിരീടം പ്രാപിക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ എൻ്റെ ബന്ധങ്ങളിൽ ഒരു ഉണങ്ങിയ സ്വഭാവം, ഉണങ്ങിയ ഭാവം, ഒരു നിഷ്ക്രിയത്വം എൻ്റെ ബന്ധങ്ങളില്, എൻ്റെ സ്നേഹത്തില് ആദ്യ സ്നേഹം വിട്ടുപോകുന്നുണ്ടോ? ദൈവവുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും മക്കളുമായിട്ടും സഹോദരന്മാരുമായിട്ടുമൊക്കെ എവിടെ വെച്ചാണ് എൻ്റെ സ്നേഹം വിട്ടുപോയത്? സ്നേഹത്തിൻ്റെ കണ്ണി എവിടെയാണ് വിട്ടുപോയിരിക്കുന്നത്?
എവിടെയാണ് ബാറ്ററി ലോ കാണിക്കുന്നത്? നമ്മളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലേ. ബാറ്ററി ലോ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വെപ്രാളമാണ്. നമ്മളത് കുത്തിവെച്ച് ചാർജ്. അതുപോലെയാണ് ഓരോ പെരുന്നാളുകളും നമ്മളെ ചാർജ് ചെയ്യാനായിട്ട്, നമ്മൾ തന്നെ ചാർജ് ചെയ്യപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് സാധിക്കണം. 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായം. ഒരു നിഷ്ക്രിയ അവസ്ഥയിലും ഉണർവോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായത്തില് ദാവീദിന്റെ കാലത്തിൽ 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ഇവിടെ ആരംഭിക്കുന്നത്. എളുപ്പത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം ക്ഷാമമുണ്ടായി. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയുന്ന പ്രധാന കഥാപാത്രം റിസ്പ എന്നൊരു സ്ത്രീയെ കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ? റിസ്പ എന്നൊരു സ്ത്രീ. റിസ്പയ്ക്ക് വലിയ വിശേഷണങ്ങളൊന്നുമില്ല. 2 ശമൂവേൽ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുന്നുണ്ട്, അയ്യാവിന്റെ മകളായ റിസ്പ. റിസ്പ ആരുടെ മകളാണ്? അയ്യാവിന്റെ മകളായ റിസ്പ. വീണ്ടും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, ശൗലിന്റെ വെപ്പാട്ടിയായ റിസ്പ. അവൾ ശൗലിന്റെ വെപ്പാട്ടിയായിരുന്നു. ഈ 2 വിശേഷണങ്ങളേ ഉള്ളൂ. വലിയ കുടുംബ മഹിമയോ വലിയ യോഗ്യതകളോ ഒന്നും ഈ സ്ത്രീക്കില്ല. ഇവിടെ പറയുന്ന ഇതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം വലിയ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ യഹോവ ദാവീദിനോട് പറഞ്ഞു, ശൗല് ഗിബെയോന്യരെ കൊല്ലുകൊണ്ട് അവൻ നിമിത്തവും ഗിബെയോന്യരുടെ രക്തം ആ ദേശത്ത് വീണത് നിമിത്തവുമാണ് ഈ ദേശത്ത് ഇത്ര വലിയ നാശവും വരൾച്ചയും ഉണ്ടാകുന്നത്. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു, പ്രതിവിധിയായി ഞാൻ എന്തു ചെയ്യണം? യഹോവ ദാവീദിനോട് ഇപ്രകാരം പറഞ്ഞു, പകരമായി ഗിബെയോന്യരെ വിളിച്ച് ഒത്തുതീർപ്പാക്കുക. ഗിബെയോന്യരുടെ തലമുറകളെ വിളിച്ച് ദാവീദ് വിളിച്ചു വരുത്തി അവരെ സൽക്കരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കിയപ്പോൾ ഗിബെയോന്യരുടെ തലമുറ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ രക്തം വീണ ഈ മണ്ണിൽ ശൗലിന്റെ തലമുറയുടെ രക്തം വീഴാതെ ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ ഗിബെയോന്യർ ദാവീദിനോട് അറിയിച്ചത്. ദാവീദ് ഈ ഗിബെയോന്യരെ, ശൗലിന്റെ മക്കളെ 7 മക്കളാ ശേഷിച്ചത്. 7 പേരെയും ഈ ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഗിബെയോന്യരാകട്ടെ ശൗലിന്റെ 7 മക്കളെയും കൊന്ന് മലയിൽ യഹോവയുടെ മുൻപാകെ കെട്ടിത്തൂക്കിയിട്ടു. 9-ാമത്തെ വാക്യം പറയാണ്, ഗിബെയോന്യര് ശൗലിന്റെ മക്കളെ യഹോവയുടെ മുൻപാകെ മലമുകളിൽ കെട്ടിത്തൂക്കിയിട്ടു. ഈ 7 പേരും ഒന്നിച്ചു മരിച്ചു. ഇത് കൊയ്ത്തുകാലത്തിന്റെ സമയമായിരുന്നു. അവരെ സംബന്ധിച്ച് കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ, ഉത്സവങ്ങളുടെ, ആചരണങ്ങളുടെയൊക്കെ കാലമാണ്. അവരെല്ലാം ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന കാലമാണ്. ഈ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ആണ് അവരെ കൊന്നത്. അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീലയെടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്യും വരെയും രാത്രിയിൽ ഒരു ജീവജാലങ്ങളും ഈ 7 പേരുടെയും ശരീരം കൊത്തിവലിച്ച് തിന്നാതെയും ഇരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ശവത്തിന് കാവൽ നിൽക്കുകയാണ്. രാത്രിയും പകലുമെന്നില്ലാതെ ദിവസങ്ങളോളം ഈ മരിച്ച 7 പേരുടെയും ശവങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ല. കാരണം അവർ 7 പേരും മരിച്ചുപോയി. ശൗലിന്റെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചുപോയി. ഇനി ശൗലിനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൊയ്ത്തിന്റെ ആരംഭ സമയമാണ്. അവൾക്ക് മറ്റു കാര്യങ്ങൾക്ക് പോയെങ്കിലേ അവളുടെ ഉപജീവനം നടക്കുകയുള്ളൂ. പക്ഷെ അവൾ പോയില്ല. അവൾ ആ മലമുകളില് ചാക്ക് ശീല വെച്ച് പൊതിഞ്ഞ് ആ ശവത്തിന് കാവൽ നിൽക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് ഈ വാർത്ത അറിയുകയാണ്. ദാവീദിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകുകയാണ്, താൻ ചെയ്യേണ്ട കടമകൾ പലതും ചെയ്തില്ല എന്ന്. ആയത് മനസ്സിലാക്കി ദാവീദ് ശൗലിന്റെയും ശൗലിന്റെ മകനായ യോനാഥാന്റെയും അസ്ഥികൾ അവർ മരണപ്പെട്ട ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് കല്ലറയുണ്ടാക്കി അവിടെ അടക്കം ചെയ്യുകയും ആ കൂട്ടത്തിൽ ഈ 7 പേരുടെയും അസ്ഥികൾ അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നിർജീവമായ നിഷ്ക്രിയമായ ഈ അസ്ഥികൾക്ക് കാവൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ റിസ്പ എന്നൊരു സ്ത്രീക്ക് സാധിച്ചുവെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിഷ്ക്രിയമാണ്. ഇനി ഈ ജീവിത പങ്കാളിക്ക് ഒരു മാറ്റവുമില്ലെന്ന് നമുക്കറിയാം. ഈ മക്കൾ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. അവരായിരിക്കുന്ന അവസ്ഥയിൽ ചാക്കുശീല പൊതിഞ്ഞ്
ചാക്കുശീല പൊതിഞ്ഞ് റിസ്പ കാവൽ നിന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇവിടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിനെ അവർക്ക് നൽകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ കുടുംബങ്ങളെ മൂടി വെക്കുന്നു എങ്കിൽ മാത്രമേ നമ്മളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. കാരണം ഈ ലോകം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലവിധമായ പല കാര്യങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് ഈ നിഷ്ക്രിയത്വത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിനൊരു മാറ്റം വേണ്ടത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം വളരെ പ്ലെയിൻ ആയിട്ടിരുന്ന് ഇങ്ങനെ കേൾക്കാം. പക്ഷെ നമ്മളിലേക്ക് നമുക്കൊന്ന് നോക്കാം, നമ്മളുടെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കാം. നാം നിഷ്ക്രിയരാകാനുള്ള കാരണം, ഒന്നാമത്തെ കുടുംബത്തിലെ കാരണം എന്താണെന്നറിയോ? സ്വയം സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണോ? ഒന്ന്, സ്വയം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ. എൻ്റെ ജീവിതത്തിലെ പ്രധാനമായി തടസ്സം സൃഷ്ടിക്കുന്നത് ഞാൻ തന്നെയാണോ എന്ന് ചിന്തിക്കണം. ഞാൻ ആണോ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്? ഈ ആനയെ മെരുക്കിയെടുക്കുന്നിടം കണ്ടിട്ടുണ്ടോ? അവിടെ ഈ ആനക്കുട്ടികളെ എങ്ങനെയാണ് മെരുക്കുന്നതെന്നറിയാമോ? ആനക്കുട്ടികളെ എങ്ങനെയാണ് ചട്ടം പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഈ ആനക്കുട്ടി ആവുമ്പോൾ തന്നെ, ആനക്കുട്ടിയല്ലേ, അത് ഓടി നടക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഇരിക്കാൻ ഈ ആനപ്പാപ്പാൻ ഈ ആനക്കുട്ടിയുടെ കാലിലൊരു കൊച്ചു ചങ്ങല കെട്ടിയിടും. ആനക്കുട്ടി ഇത് അറിയാതെ വലിച്ചുകൊണ്ട് ഓടും. മുഖമടിച്ചത് താഴെ വീഴും, വീണ്ടും വലിച്ചുകൊണ്ട് ഓടും, വീണ്ടും മുഖമടിച്ചത് താഴെ വീഴും. വീണ്ടും വീണ്ടും ആയി കഴിയുമ്പോൾ ചങ്ങല കൊണ്ട് അതിൻ്റെ കാല് മുറിയും. പാപ്പാൻ മനുഷ്യ അത് മൈൻഡാക്കുക പോലും ഇല്ല, പാപ്പാൻ അത് ശ്രദ്ധിക്കുക പോലും ഇല്ല. വീണ്ടും വീണ്ടും അവൻ്റെ കാല് മുറിയും, അത് പഴുക്കും, അതിന് അസഹനീയമായ വേദന ഉണ്ടാവും. അതിന് തന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഈ ആനക്കുട്ടി അവിടെ അടങ്ങിയിരിക്കും. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ആനയറിയാതെ ആന വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആനയറിയാതെ ആന വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാപ്പാൻ അതിൻ്റെ ചങ്ങലയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആന അതിൻ്റെ അനന്ത സാധ്യത അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മളിലെല്ലാം വെച്ചിരിക്കുന്ന സാധ്യതകളെ പലപ്പോഴും അറിയാതെ, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയില്ല, ഞാൻ നിരാശനായി. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിതമല്ല, ഞാൻ നിരാശനായി. ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ മക്കളല്ല, ഞാൻ നിരാശനായി. അങ്ങനെയല്ല, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവം എന്നെ ദോഷത്തിനാൽ പരീക്ഷിക്കുകയില്ല എന്ന് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയാ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് പലപ്പോഴും ഇനി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കാൻ നമ്മൾ പാടില്ല. നിഷ്ക്രിയത്വത്തിന്റെ രണ്ടാമത്തെ വഴി നമ്മുടെ വീട്ടിൽ കാണുന്നത് എന്താണെന്നറിയോ? നമ്മളിലേറെ പേരും ഇന്നലകളിൽ ജീവിക്കുന്നവരാ. അതിൽ വേറെ കുറച്ച് പേരുണ്ടല്ലോ നാളെ ഓർത്ത് ജീവിക്കുന്നവരാ. ഇന്നലകളിൽ ജീവിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇന്ന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അന്ന് അവിടെ അബുദാബിയിൽ തന്നെ നിന്നാ മതിയായിരുന്നു, അന്ന് അങ്ങ് ദുബായിക്ക് പോയാൽ മതിയായിരുന്നു, അന്ന് മോളെ നേഴ്സിങ്ങിന് വിട്ട മതിയായിരുന്നു, അന്ന് അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ ഇന്നലകൾക്ക് പറ്റാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവര് വേറെ കുറച്ച് പേരുണ്ട്. നാളെ എന്തായി തീരും, ഞങ്ങൾ ഇങ്ങനെ പോയാൽ എന്തായി തീരും, നാളെയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നവര് എല്ലാം അതിരുകടന്നുള്ള ചിന്തയാ. ഇന്നിൽ ജീവിക്കാൻ മറന്നു പോവുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ തന്നെ മൂടുമ്പോൾ മാത്രമാണ് ഇന്നിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദാവീദ് രാജാവ് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എൻ്റെ ഏത് പ്രതിസന്ധിയും എൻ്റെ കർത്താവിൻ്റെ മുറിവുള്ള കരത്തിൽ മുറുകെ പിടിച്ച്, എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. മക്കള് പ്രതിസന്ധികളും പ്രയാസങ്ങളും പറയുമ്പം ഒന്നുമില്ല മക്കളെ, ചെറിയ തോൽവികളൊക്കെ വന്നാലും അവൻ്റെ മുറിപ്പാടുള്ള കരത്തിൽ പിടിച്ച് ഈ മതിലിനെ ചാടിക്കിടക്കാൻ എൻ്റെ മക്കൾക്ക് സാധിക്കും. മക്കൾ പേടി പറയുമ്പോൾ അവരെ ഒന്നുകൂടെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മക്കൾ നിരാശ പറയുമ്പോൾ അവരെ ഒന്നുകൂടി പേടിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വാസികളാകുന്നത്? മക്കളോട് പറയണം, ക്രിസ്തുവിന്റെ മുറിവാർന്ന കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ചാടിക്കടക്കാൻ ദൈവത്തിന്റെ കാൽ കീഴിൽ താണിരിക്കണമെന്ന്. അതുകൊണ്ടല്ലേ വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം പറയുന്നില്ലേ, വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? കൗണ്ട് യുവർ ബ്ലെസ്സിങ്. കർത്താവ് ഇന്ന് തന്ന അനുഗ്രഹത്തെ തിരിച്ച് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ബാല്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോൾ ഉള്ളതെല്ലാം ബാല്യത്തിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ അവകാശപ്പെടാൻ എത്ര പേർക്ക് ഇവിടെ സാധിക്കും? 1-2 പേർക്ക്.
അല്ലേ? അതിൽ കൂടുതൽ ഇന്ന് എൻ്റെ ബാല്യത്തിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവം എന്നെ ഇന്നോളമാക്കിയ വഴികളിലേക്കൊന്ന് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒന്ന് തിരിഞ്ഞിരുന്ന് ചിന്തിക്കണം. നിരാശ വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കണം. ബാല്യത്തിൽ എന്നെ വഴി നടത്തിയ ദൈവം, യൗവനത്തിൽ വഴികാട്ടിയായ ദൈവം, കേറിക്കിടക്കാൻ എനിക്ക് വീട് തന്ന ദൈവം, തക്കതായ തുണയെ തന്ന ദൈവം, ഉപജീവന മാർഗം ജോലി തന്ന ദൈവം, ജീവിത പങ്കാളിയെ തന്ന ദൈവം, മക്കളെ തന്ന ദൈവം, ഈ ദേശത്തെന്നെ ഇത്രത്തോളം ഉയർത്തിയ ദൈവത്തെ എനിക്ക് എങ്ങനെ നിരാശയോടെ തള്ളിപ്പറയാൻ സാധിക്കും? നിഷ്ക്രിയത്വത്തിൽ നിന്ന് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയോ? പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കുത്തി, ഇല്ലേ, പുട്ടൊക്കെ കുത്തി നമ്മൾ പുറത്തോട്ട് ഇടുന്നത് പോലെ. ഇപ്പൊ കുട്ടികളെ പരീക്ഷയായ സമയത്ത് ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ്. ഒരു പയ്യൻ, ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പനായ പയ്യൻ, ഞാൻ ചോദിച്ചു, നീ എന്താ ആഷിക്ക് മിണ്ടാതിരിക്കുന്നത്? ടീച്ചറെ കുറച്ച് മോട്ടിവേഷൻ തരുമോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് വിത്തിൻ, നിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ ഉള്ളിലാണ് നമ്മളോട് തന്നെ ഓരോ പ്രാവശ്യവും നിരാശ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിക്കാതെ വരുമ്പോൾ തിരികെ ചിന്തിക്കണം. എന്നെ ഇത്രത്തോളം നടത്താൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെങ്കിൽ എൻ്റെ മക്കളെ അതിന് മീതെ നടത്താൻ പുരാതനെ ദൈവം നമ്മുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് മോശ ദൈവത്തിന്റെ ജനത്തോട് പറഞ്ഞതുപോലെ നമ്മളും പാടാറില്ലേ? കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ, കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ, ശാശ്വതമായ ഭുജത്തിന്റെ കീഴിലിരിക്കണം. മൂന്നാമത്തെ നിഷ്ക്രിയത്വം എന്താണെന്നറിയോ? തൃപ്തിയില്ലാത്ത ജീവിതം. തൃപ്തിയില്ല, ചുമ്മാ ഇങ്ങനെ ജീവിച്ചു പോവുക. എന്നാ ഉണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ അങ്ങ് പറ, ഇങ്ങനെയൊക്കെ അങ്ങ് തൃപ്തിയില്ലാത്ത ജീവിതം. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയാണ്, അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അഭിലാഷത്തിന്റെ സഞ്ചാരം, അഭിലാഷം എന്താ? ആഗ്രഹം. ആഗ്രഹത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ മുൻപിലുള്ളത് നല്ലത്. ദൈവം എനിക്ക് ഇന്ന് തന്നിരിക്കുന്നത് നല്ലത് എന്ന് എണ്ണുവാൻ എനിക്ക് സാധിക്കുമ്പോൾ തൃപ്തിയുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, നീ ചുമന്ന കുരിശ് പോലെയല്ല, ഇത് എത്ര കാലമായി എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമല്ല കർത്താവ്. എപ്പോഴും കർത്താവ് പറയും, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കുവാൻ. എനിക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ മരിച്ചവനായ കർത്താവ് തൃപ്തിയോടെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും തൃപ്തിയില്ലാത്ത ജീവിതം, ഇങ്ങനെയൊക്കെ മതി എന്നൊരു ചിന്ത. എങ്ങനെയൊക്കെയാ? ഇങ്ങനെയൊക്കെ മതി. കാരണം എന്താ? ഞാൻ ഇങ്ങനെയാ. മാറേണ്ടതാരാ? അവളാ. മാറേണ്ടതാരാ? പുള്ളിക്കാരനാ. ഇന്ന് കണ്ടോ? കൊച്ചമ്മ തന്നെ കണ്ടോ? പുറത്തു വന്നിരിക്കുക. പുള്ളിക്ക് എന്താ ഇവിടെ വന്നിരുന്നു? ഇല്ലേ, നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ആരെയാ? കൂടെയുള്ളവരെ, മക്കളെ, അയൽപക്കക്കാരെ, ഇവരെല്ലാം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു സ്ത്രീ വലിയ പരാതിയുമായി ഒരു സന്യാസിയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെയും കൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയുമില്ല, ഞങ്ങളുടെ വീട്ടിൽ എന്നും വഴക്കാ, ഭയങ്കര പ്രശ്ന. സന്യാസി കുറച്ചു നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു മാർഗമുണ്ട്. ഇവിടെ അടുത്തൊരു കാടുണ്ട്, അവിടെ ഒരു സിംഹമുണ്ട്. ഈ സിംഹത്തിന്റെ താടി രോമത്തിൽ നിന്ന് ഒരു രോമം പറിച്ചുകൊണ്ട് വന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഞാൻ ചെയ്തു തരാം. അപ്പൊ ഈ സ്ത്രീ അത്ര എളുപ്പമല്ലല്ലോ. ഏത് ജീവിയാ? സിംഹമാണ്. ഇപ്പൊ സിംഹമെന്നും ആനയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാ. കാരണം എന്നും പത്രത്തിൽ ആരുണ്ട്? ആനയും സിംഹമൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്ത്രീയെ കൂട്ടുകാരിയുമായി ചർച്ച ചെയ്ത് അവിടേക്ക് ചെല്ലുകയാണ്. ദൂരെ നിന്ന് അവൾ ഇറച്ചി കഷ്ണം എറിഞ്ഞു കൊടുത്തു. സിംഹം വന്നു. പിറ്റേ ദിവസവും സിംഹത്തിന് വരുന്ന വഴിയിൽ എറിഞ്ഞു കൊടുത്തു. അത് പതിവാക്കിയപ്പോൾ സിംഹം പതിവായി വന്നു തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. സിംഹം കൃത്യസമയത്ത് നേരത്തെ വരാൻ തുടങ്ങി. അങ്ങനെ സിംഹത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. സിംഹത്തിന്റെ അടുത്ത് ചെന്ന് ഇരിക്കാൻ തുടങ്ങി. ഒടുവിൽ എന്തിനു പറയണം, ഈ സിംഹം തലയിൽ മടി വെച്ച് ഉറങ്ങുന്ന സ്വാതന്ത്ര്യം ഇവർ തമ്മിലായി. കൂട്ടുകെട്ടായി, സ്ട്രോങ് ആയ ഒരു കൂട്ടുകെട്ടായി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ത്രീ വന്ന ലക്ഷ്യം മറന്നു പോകരുതല്ലോ. അവൾ സിംഹത്തിന്റെ താടി രോമത്തിൽ നിന്നൊരു രോമം പറിച്ചെടുത്ത് സന്യാസിയുടെ അടുക്കൽ കൊണ്ടു ചെന്നു. സന്യാസിയോട് പറഞ്ഞു, ഇതൊന്ന് പ്രാർത്ഥിച്ചതാ, എൻ്റെ വീട്ടിലെ പ്രശ്നം മാറട്ടെ. സന്യാസി ഈ താടി രോമം കയ്യിലെടുത്ത് നോക്കിയിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, ഈ കാണിച്ചതിൻ്റെ പകുതി ക്ഷമ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണിച്ചിരുന്നുവെങ്കിൽ എന്നേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം അല്ലേ? പലപ്പോഴും ചിന്തിച്ചു നോക്കിക്കേ, ഈ മേഘങ്ങൾ പഠിപ്പിക്കുന്ന പാഠം എന്താ? അതതിനെ മുറിക്കാൻ തയ്യാറാകുമ്പോൾ മഴയായി പെയ്യുന്നു.
മണ്ണ് പഠിപ്പിക്കുന്ന പാഠം എന്താ? അതതിനെ ഇളക്കാൻ തയ്യാറാകുമ്പോൾ അത് കൃഷിക്ക് യോഗ്യമാകുന്നു. മണ്ണിൽ വീഴുന്ന വിത്തിനെ നോക്കിക്കേ, അത് അഴുകാൻ തയ്യാറാകുമ്പോൾ പുതിയ ജീവനാകുന്നു. അത് വെയിലും മഴയും കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് പൂക്കുന്നതും കായ്ക്കുന്നതും. വീണ്ടും ഈ കായ ഒന്ന് പൊട്ടുമ്പോഴാണ് വീണ്ടും ജീവനുള്ള വസ്തുവായി തീരുന്നത്. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തില് ചിലപ്പോഴൊക്കെ ഒന്ന് താഴാൻ, ചിലപ്പോഴൊക്കെ ഒന്ന് പൊട്ടാൻ, ചിലപ്പോഴൊക്കെ ഒന്ന് തകരാനൊക്കെ, ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാൻ തയ്യാറാകുമ്പോൾ, യൗസേപ്പ് പിതാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? അവൻ നീതിമാനായതുകൊണ്ട് മറിയാമിനെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ നീതിമാന്റെ ലക്ഷണം? മറ്റുള്ളവരുടെ കുറവുകളെ ഉറക്കെ പറയാതിരിക്കുക. നിഷ്ക്രിയത്വം ഭവനത്തിൽ മാറണമെങ്കിൽ, ഉണങ്ങിയ അവസ്ഥ ഭവനത്തിൽ മാറണമെങ്കിൽ കൂടെയുള്ളവരുടെ കുറവുകളെ നമ്മൾ എപ്പോഴാണ് ഉറക്കെ സംസാരിക്കാറ്? വീട്ടിൽ സ്നേഹം വരുമ്പോഴാണോ? ഒത്തിരി സ്നേഹത്തിൽ നമ്മൾ ഉറക്ക നാട്ടുകാരൊക്കെ കേൾക്കുകയാണോ സംസാരിക്കുന്നത്? അല്ല, നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമ്മളും അവരും തമ്മിലുള്ള ഹൃദയ ബന്ധങ്ങൾ അകലുമ്പോഴാണ് നമ്മൾ സഹോദരനോട് ഉറക്കെ സംസാരിക്കുന്നത്, ജീവിത പങ്കാളിയോട് ഉറക്കെ സംസാരിക്കുന്നത്, മാതാപിതാക്കളോട് ഉറക്കെ സംസാരിക്കുന്നതൊക്കെ അകലം വരുമ്പോഴാണ്. പിന്നെ നമുക്ക് നിരാശ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയണം, ആശ്രയിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. വീണ്ടും നമ്മൾ നമ്മളോട് പറയണം, വഴി നടത്താൻ എനിക്കൊരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യം. സ്നേഹിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനം. വിശ്വസിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ആരെല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാകണം എൻ്റെ ജീവിതത്തിലെ പല നിഷ്ക്രിയത്വത്തിൽ നിന്നും എഴുന്നേൽക്കാനുള്ള എൻ്റെ ധൈര്യം. പ്രിയമുള്ളവരെ, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പലപ്പോഴും നമ്മളോട് തന്നെ നമ്മളെ നോക്കി ചോദിക്കാറില്ലേ? നമ്മുടെ കുടുംബങ്ങളെ നോക്കി ചോദിക്കാറില്ലേ? നിഷ്ക്രിയത്വത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ എനിക്കൊരു ദൈവമുണ്ട്. പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്നല്ല, മറിച്ച് പ്രശ്നങ്ങളെ ഇതിനെ അതിജീവിക്കുവാൻ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നതാകണം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി. നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ടാകുവാൻ പ്രതിസന്ധികളെ തിരിച്ചറിയണം. 3 തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഒന്നാമത്തെ പ്രതിസന്ധി തമ്പുരാൻ എനിക്ക് വെച്ച് നീട്ടുന്ന ചില പ്രതിസന്ധികൾ. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ലെന്നൊക്കെ നമ്മൾ പാടും, അല്ലേ? എനിക്കൊന്നും ഭവിക്കുകയില്ലെന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ എൻ്റെ ദൈവം എന്നെ ചെത്തിവെടിപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രതിസന്ധികൾ, വൃക്ഷം കൂടുതൽ ഫലം കായ്ക്കാൻ നമ്മൾ കാലത്തിൽ എന്തു ചെയ്യും? അതിനെ നല്ലവണ്ണം കമ്പുകളൊക്കെ ഒന്ന് കോതുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ വെട്ടിയൊതുക്കും. അപ്പോഴും നമ്മളോട് തന്നെ പറയണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയണം. മറ്റുള്ളവരോട് നമ്മളോട് ചോദിക്കും, നിന്റെ ജീവിതത്തിൽ എന്താണ് ഇത്ര പ്രതിസന്ധി? നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെന്ത് പറയും, വിചാരിക്കും. നമ്മളോട് തന്നെ പറയണം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമാക്കി തീർത്തു തരും. രണ്ടാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? ശത്രു നമ്മളുടെ നേരെ കൊണ്ടുവരുന്ന പ്രതിസന്ധി. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആരാണ് ശത്രു? അയൽവകക്കാരനാണോ? സഹോദരനാണോ? മാതാപിതാക്കളാണോ? മക്കളാണോ? അല്ല, സാത്താൻ നമുക്ക് നേരെ പ്രയോഗിക്കുന്ന. കർത്താവിന്റെ അടുക്കലേക്ക് സാത്താൻ ചെന്നു, അല്ലേ? വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നോമ്പിലായിരിക്കുന്ന 40 രാവും 40 പകലും നോമ്പിൽ ഉപവാസത്തിലുമായിരിക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് അവൻ ചെന്നിട്ട് പറഞ്ഞു, കല്ലിനെ അപ്പമാക്കി തീർക്കാൻ. ഇന്നും നമ്മുടെയും പ്രശ്നം അതാണ്. അപ്പത്തെ അന്വേഷിച്ചുള്ള ഓട്ടത്തിൽ പലപ്പോഴും ജീവിക്കാൻ മറന്നുപോവുകയാണ്. രണ്ടാമത് കർത്താവിനോട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ദൈവദൂതന്മാർ പിടിക്കുമല്ലോ. ഇന്നും നമ്മുടെ പ്രശ്നം അത് തന്നെയാണ്. അത്ഭുതങ്ങളെ കാണാൻ മാത്രം ജീവിക്കുകയാണ്. ഞാൻ ചാടിയാലും ഞാൻ എന്തും ചെയ്യും, പക്ഷെ ദൈവം എന്നെ മൂന്നാമത് വീണ്ടും പറയാ, നീ എന്നെ വീണ് നമസ്കരിച്ച ഞാൻ എല്ലാം നൽകാമെന്ന്. എല്ലാം ലഭിക്കുന്നിട അന്വേഷിച്ച് നടക്കുന്നവരാണോ നമ്മൾ? രണ്ടാമത്തെ പ്രതിസന്ധി, എങ്ങനെയാണ് ശത്രു നമ്മുടെ ഭവനത്തിലേക്ക് കയറുന്നത്? ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ ബലഹീനത ഏതാണോ അതാണ് ശത്രു വരുന്ന വഴി, അല്ലേ? ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് പോലെ കല്ലട ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വരുമ്പോൾ ഇടത്തോട്ട് വന്ന് അവിടുന്ന് വലത്തോട്ട് വരുന്ന വഴി എന്നൊക്കെ പറയുന്നത് പോലെ, ശരിയല്ലേ? ശത്രു വീട്ടിലേക്ക് വരുന്ന വഴി ഏതാണ്?
എന്താണോ എൻ്റെ ബലഹീനത, ഉദാഹരണം, ഒരു പക്ഷേ എൻ്റെ ബലഹീനത എൻ്റെ ഫോണായിരിക്കാം. കൂടുതൽ സമയം എപ്പോഴും ഞാൻ ഇതിലായിരിക്കും. പണ്ട് കാലത്തിൽ നമ്മൾ പരദൂഷണം പറയുന്നു എന്ന് പറയും. ഇപ്പം നമ്മൾ പരദൂഷണം പറയാൻ പോകാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ വളരെ ഡീസൻ്റായ നമ്മൾ അതിനെ എന്ത് ചെയ്തു? അതിനെ ഒന്ന് കഴുകി, അതിനെ ഒന്ന് പെയിന്റ് ചെയ്തു, പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പരദൂഷണത്തിൻ്റെ പേരെന്താക്കി മാറ്റി? പരദൂഷണത്തിനെ ഇംഗ്ലീഷിൽ വിളിച്ചു ഫോർവേഡ്. എന്താ വിളിച്ച പേര്? പരദൂഷണത്തിൻ്റെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് പേരെന്താണ്? ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? നോക്കില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങോട്ട് പ്രസ് ചെയ്യുക, അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. അപരൻ അപമാനം വരുത്തുന്ന ഒരു ബലഹീനത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ശത്രു എൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണോ എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനത, അത് പലരിലും വ്യത്യസ്തമായിരിക്കും. ഇന്ന് ചിന്തിക്കുക, കർത്താവേ, സത്യമായിട്ടും എന്താണ് എൻ്റെ ബലഹീനത? കേൾക്കുമ്പോൾ കൈ കിട്ടുന്നത് എറിഞ്ഞു പൊട്ടിക്കുന്നതാണോ എൻ്റെ ബലഹീനത? ആണോ? ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയും അയൽപക്കക്കാരൻ എന്നെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം, അതാണ് എൻ്റെ ബലഹീനത. ശത്രുവിന് നമ്മുടെ മക്കളെയോ നമ്മളെയോ തൊടാൻ സാധിക്കില്ല. കാരണം ഓരോ സൂത്താറയിലും നമ്മൾ ചൊല്ലുന്നുണ്ട്, നിൻ കൃപയിൽ എന്നെ മറയ്ക്കണമേ, അഭിമുഖമായി ദയ നിൽക്കണമേ, ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ സ്ലീബ. തമ്പുരാന്റെ കൃപയിൽ ഞാൻ എൻ്റെ തലമുറ മറയ്ക്കപ്പെടണമെങ്കിൽ എൻ്റെ കയ്യിൽ ഉണങ്ങിയതൊന്നും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? വിളിച്ചു വരുത്തുന്ന ചില പ്രതിസന്ധികൾ, അല്ലേ? വിളിച്ചു വരുത്തുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. തെറ്റാണെന്നറിഞ്ഞിട്ടും പലതും നമ്മൾ ചെയ്യാറില്ലേ? ഒരു ഉദാഹരണം പറയാം. സന്ധ്യാപ്രാർത്ഥന നടത്താതിരിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷെ നമ്മളിപ്പോൾ എപ്പോഴാണ് സന്ധ്യാപ്രാർത്ഥന നടത്തുന്നത്? മിക്കവാറും രാത്രിയായിരിക്കും. പിന്നെ എല്ലാവരും കൂടെ എപ്പോഴെങ്കിലും ഒക്കെ നടത്തിയിട്ട് ആ പ്രാർത്ഥനയുടെ പേരെന്താ നമ്മൾ വിളിക്കുന്നത്? അത് തെറ്റാണെന്ന് നമുക്കറിയാം. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാതെ തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ അരുതുകളെ താലോലിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും കുഴപ്പമൊന്നും. അതാണ് പിതാക്കന്മാർ പറയുന്നത്, ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. ജീവിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തെ പോലൊക്കെ കൽപ്പിച്ച്, ഇപ്പം നമ്മൾ നോക്കണം, പെരുന്നാളിൻ്റെ റാസൊക്കെ വരുമ്പം കംപ്ലീറ്റ് നിയന്ത്രണവും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇല്ലേ? സ്വയം നിയന്ത്രണമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എൻ്റെ കുടുംബത്തിൽ അരുതുകളെ താലോലിക്കുവാൻ, അരുതുകൾക്ക് കൂട്ടുനിൽക്കുവാൻ, മക്കളുടെ മുൻപിലിരുന്ന് അരുതാത്തത് സംസാരിക്കുവാൻ, മക്കളുടെ മുൻപിലിരുന്ന് പരസ്പരം മുറിവേൽക്കുന്നത് സംസാരിക്കുവാൻ, മാതാപിതാക്കളും മക്കളും കൂടെ വഴക്ക്, അരുതാത്ത വാക്കുകൾ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ നാശത്തിന്, പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടോ? പല ഭവനങ്ങളിലും മാതാപിതാക്കളുടെ കണ്ണുനീര് അനുഗ്രഹത്തിന് പകരം പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീരും കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഭവനവും ഭവനത്തിന്റെ അടിസ്ഥാനവും അടിവേരും ഇളകിപ്പോകും. മാതാപിതാക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, മക്കളെയെല്ലാം ഒരുപോലെ ഗ്ലാസിൽ തൂക്കാൻ സാധിക്കാതെ വരുന്ന ദിവസങ്ങളുണ്ടോ? പല മക്കളെയും പല തട്ടിൽ നിർത്തി സ്നേഹിക്കുന്നവരാണോ? വാക്കുകൾ കൊണ്ട് മക്കളെ തമ്മിൽ മത്സരിപ്പിക്കുന്നവരാണോ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വീണ്ടും പ്രതിസന്ധികൾ വരുത്തി വെക്കുന്ന എന്നറിയോ? നമ്മൾ ശരിക്കും വിശ്വാസികളാണോ അവിശ്വാസികളാണോ അന്ധവിശ്വാസികളാണോ എന്ന് ചിന്തിക്കണം. നമ്മളെ ഇപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും പോകാൻ വിളിക്കുക, 2 പേര് കാറിലുണ്ട്, ഞാനൂടെ വരട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഓ 3 പേര് ഒരിടത്ത്, പറ 3 പേര് ഒരിടത്ത്. ഭയങ്കര വിശ്വാസം. നമ്മുടെ പേരാരാണ്? വിശ്വാസി. 3 പേര് പോയാൽ എന്ത് പറ്റും? ഉറക്കെ പറയല്ലേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം, അവർ 3 പേരും ഒരുമിച്ച് തൃത്വമായി ഇറങ്ങി വന്നല്ലേ ഈ ഭൂമിയെ ഭൂമിയാക്കി നിലനിർത്തുന്നത്. പിന്നെ എന്താ ഈ അന്ധവിശ്വാസങ്ങൾ തലമുറയിലേക്ക്? ഈ ചൊവ്വാഴ്ച ദിവസം ആരെങ്കിലും കടം കൊടുക്കുവോ? എവിടെയെങ്കിലും പോവോ? വെള്ളിയാഴ്ച വെള്ളം കിട്ടാതെ ചത്താ പോലും. എന്നിട്ട് നമ്മളെ വിളിക്കുന്ന പേരാ മക്കളുടെ മുൻപിൽ എന്താ നമ്മളെ വിളിക്കുന്ന പേര്? നമ്മൾ ഈ ചെയ്യുന്നതും ചൊല്ലുന്നതുമായ പലതിൻ്റെയും അർത്ഥമറിയാതെ മക്കളിലേക്ക് ഇത് കൊടുക്കാതെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വിശ്വാസത്തിൽ സൃഷ്ടിക്കുന്നവരാണോ നമ്മൾ? അന്ധവിശ്വാസത്തെ താലോലിക്കുന്നവരാണോ നമ്മൾ? സഹോദര ബന്ധങ്ങളിൽ മക്കളുടെ മുൻപിൽ നമ്മൾ എങ്ങനെയാണ്
നമ്മളുടെ സ്നേഹബന്ധങ്ങൾ സഹോദരനോട് എങ്ങനെയാണ്? ചില സഹോദരന്മാരോട് എത്ര സ്നേഹിക്കാൻ ചെന്നാലും സ്നേഹിക്കാത്തവരാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. യഹോവയുടെ ശത്രുവിൻ്റെ തലമേൽ തീ കുന്നിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എൻ്റെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് അവനിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യും. പരിശുദ്ധ അമ്മയും എലിസബത്ത് അമ്മയും തമ്മിൽ കണ്ടതുപോലെ ഞാൻ എന്നിലെ പരിശുദ്ധാത്മാവും അവനിലെ പരിശുദ്ധാത്മാവും പരസ്പരം ചുംബിക്കും. കുടുംബങ്ങളിലെ അന്ധവിശ്വാസം മാറ്റി കുടുംബ പ്രാർത്ഥനകളെയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ നമ്മുടെ മക്കളുടെ മുൻപിൽ നമുക്ക് മാതൃക കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിഷ്ക്രിയത്വത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം തീർക്കും. നമ്മൾ മക്കളോട് പറയണം, ചില പ്രതിസന്ധികൾ നിന്റെ അകത്ത് ദൈവം പകരുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരാനാണ്. ചില പ്രതിസന്ധികളോ അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കാനാണ്. ഈ അല്പകാലം മാത്രമുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ മുൻപിൽ ഞാൻ എങ്ങനെയാണ് മാതൃകയാകുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. ഈ ഉണങ്ങിയ ഭാവമാണ് എൻ്റെ ജീവിതത്തിൽ 4 വശത്തും പ്രതിസന്ധിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ആരാണ് ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് നമ്മളോടും ചോദിക്കുകയാണ്, ഈ ഉണങ്ങിയ ഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി യഥാർത്ഥ വിശ്വാസിയുടെ ഭാവം വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ ഭവനത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും പ്രത്യാശയിലും വിശ്വാസത്തിലുമൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ സാധിക്കണം. സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന നല്ല സഞ്ചാരികളാണ് നമ്മൾ ഓരോരുത്തരും. നല്ല സഞ്ചാരികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ വെച്ച് കേൾക്കേണ്ടത് എന്താണ്? ഞാൻ ശ്രദ്ധ വെച്ചു കേട്ടു എന്ന് യഹോവ പറയുന്നൊരു വാക്യമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം, കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് നീ ഇങ്ങനെ നിർഭയനായി വസിച്ചാൽ ഈ യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? ഈ പുണ്യപുരാതന പരിപാവനമായ ഈ ഭൂമിയിൽ മലങ്കര സഭയുടെ അഭിമാനമായിരിക്കുന്ന ഈ മണ്ണിൽ ജനിക്കുക എന്ന് പറയുന്ന വലിയ ഭാഗ്യം കിട്ടിയിട്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ പാദസ്പർശമേറ്റ ഈ ഭൂമിയിൽ കൂടെ നടക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ആ പിതാവ് നെഞ്ചിലേറ്റിയ വിശ്വാസത്തെ വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും പ്രദക്ഷിണങ്ങളിലും റാസയിലും ഒക്കെ സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ഉണങ്ങിയ അവസ്ഥകളിൽ നിന്നൊരു മോചനം ഉണ്ടാവുന്നത്. ആകയാൽ യഹോവയുടെ വചനം അസ്ഥിയിലേക്ക് കയറി റിസ്പയെ പോലെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവമേ എൻ്റെ കുടുംബത്തെ പൊതിയണമേ, എന്നിലെ, എൻ്റെ ജീവിത പങ്കാളിയിലെ, എൻ്റെ മക്കളിലെയൊക്കെ ഉണങ്ങിയ ഭാവങ്ങളെയൊക്കെ ഒന്ന് ചെത്തിപിടിപ്പാക്കി ദൈവത്തിന് ഞങ്ങളോട് മനസ്സലിവോളം അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിലും കീഴിലും പാർക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.